ഭൂമിയിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ അറിവ് പരിമിതമാണ്. മനുഷ്യ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറത്ത് ധാരാളം നിഗൂഢമായ കാര്യങ്ങൾ നമ്മുടെ ഭൂമിയിൽ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ദ ബ്രിഡ്ജ് വാട്ടർ ട്രയാങ്കിൾ അമേരിക്കയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ഒരു വിചിത്രമായ പ്രദേശമാണ് ഈ ബ്രിഡ്ജ് വാട്ടർ ട്രയാങ്കിൾ. ഇത് ഏകദേശം ഒരു 520 സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള ഒരു വലിയ പ്രദേശമാണ്. ഈ പ്രദേശത്തെക്കുറിച്ചുള്ള കഥകളിൽ ഭൂരിഭാഗവും വിശ്വസിക്കാൻ കഴിയാത്ത വിധം ദുരൂഹതകൾ നിറഞ്ഞതാണ്. ഇതിൽ പറയുന്നതിൽ പ്രധാനമായവ അന്യഗ്രഹ ജീവികളെക്കുറിച്ചാണ്. പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന വിചിത്ര ഗോളങ്ങൾ, ആ പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന വെളിച്ചം, ഇതൊക്കെ നേരിട്ട് കണ്ടവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതുമാത്രമല്ല, വളരെ വലിയ കാൽപ്പാടുകളും പലരും പലപ്പോഴും കണ്ടിട്ടുണ്ട്. മനുഷ്യനേക്കാൾ ധാരാളം വലിപ്പമുള്ള ഒരു വിചിത്ര രൂപത്തെയും പലരും കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പ്രദേശത്ത് ധാരാളം ജീവികൾ നിഗൂഢമായ രീതിയിൽ മരിച്ചു പോകുന്നുമുണ്ട്. അതോടൊപ്പം ഡ്രാഗണെ പോലുള്ള വിചിത്രമായ പക്ഷികളെയും പലരും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു ഉത്തരം നൽകുവാൻ ഗവേഷകർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദ സെയിലിംഗ് സ്റ്റോൺസ് മനുഷ്യന്റെയോ മറ്റു ജീവജാലങ്ങളുടെയോ യാതൊരു ഇടപെടലുമില്ലാതെ പാറകൾ സ്വയം ചലിക്കുന്ന പ്രതിഭാസമാണ് സെയിലിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ഒഴുകുന്ന കല്ലുകൾ എന്നറിയപ്പെടുന്നത്. അമേരിക്കയിലെ ഡെത്ത് വാലിയിൽ കാണപ്പെടുന്ന ഈ പ്രതിഭാസം നിരവധി പഠനങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. ഈ കല്ലുകൾ സ്വയം ചലിക്കുന്നതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും അദൃശ്യ ശക്തിയാൽ ചലിക്കപ്പെടുന്നതാണോ? ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണത്. ഓരോ 2 വർഷമോ 3 വർഷമോ കൂടുമ്പോൾ മാത്രമേ ഈ കല്ലുകൾ ചലിക്കുകയുള്ളൂ. കല്ലുകൾ നീങ്ങുന്ന പ്രത്യേക പാതയും 3-4 വർഷങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ചില കല്ലുകൾ ചലിക്കുന്നതിനിടയിൽ കീഴ്മേൽ മറിയുകയോ സ്ഥാനചലനം സംഭവിക്കുകയോ ചെയ്യുന്നുണ്ട്. ഇവയുടെ ചലനത്തിന്റെ വേഗത 1 മിനിറ്റിൽ 5 മീറ്റർ വരെയാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി ഇത് അവശേഷിക്കുന്നു. ദ എമറാൾഡ് ടാബ്ലറ്റ് ഇതുവരെയും പൂർണ്ണമായി കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ലിഖിത രേഖയാണ് എമറാൾഡ് ടാബ്ലറ്റ്. ഏതൊരു ലോകത്തെയും സ്വർണ്ണമാക്കാൻ കഴിവുള്ള ആൽക്കിമി എന്ന രഹസ്യത്തെക്കുറിച്ചാണ് ഈ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പറയപ്പെടുന്നു. എന്നാൽ 6 മുതൽ 8-ാം നൂറ്റാണ്ടിൽ എപ്പോഴോ അറബിക് ഭാഷയിൽ എഴുതിയ ഒരു പുസ്തകത്തിന്റെ ഭാഗമാണ് ഇതെന്ന് മറ്റൊരു വാദവുമുണ്ട്. ഇത് പണ്ടുകാലത്തെ സിറിയ ഭാഷയിൽ നിന്ന് മൊഴിമാറ്റം ചെയ്തതാണെന്ന് മറ്റു ചിലർ പറയുന്നു. ഈ അക്ഷരത്തെക്കുറിച്ചുള്ള വാക്കുകളും ഈ പുസ്തകത്തെക്കുറിച്ചുള്ള പതിപ്പുകളും ഇന്നും ഉണ്ടെങ്കിലും ഇതിന്റെ പൂർണ്ണമായ അർത്ഥം എന്താണെന്ന് ആർക്കും അറിയില്ല. ഈ കുറിപ്പിലെ രഹസ്യങ്ങളെ കണ്ടെത്താൻ പലരും ശ്രമിച്ചെങ്കിലും ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് ലോകത്തെയും സ്വർണ്ണമാക്കാനുള്ള അറിവുള്ള എമറാൾഡ് ടാബ്ലറ്റ് ഇന്നും ഒരു നിഗൂഢത മാത്രമായി തുടരുന്നു. ഷ്രോഡ് ഓഫ് തുറിൻ ഇന്നും ഉത്തരം നൽകാത്ത നിഗൂഢമായ ചിത്രങ്ങളിൽ ഒന്നാണ് ഷ്രോഡ് ഓഫ് തുറിൻ. കുരിശിൽ തറച്ച ഒരു മനുഷ്യന്റെ രൂപം തുണിയിൽ ഒപ്പിയെടുത്ത പോലുള്ള ഒരു ചിത്രം. എന്നാൽ ഇത് യേശുവിനെ ക്രോസിൽ തറച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ മേൽ വിരിച്ചിരുന്ന തുണിയാണെന്നും പറയപ്പെടുന്നു. എന്നാൽ ഒരുപാട് ഗവേഷണങ്ങൾക്ക് ശേഷവും തുണിയിൽ എങ്ങനെയാണ് ഈ രൂപം പറഞ്ഞതെന്ന് കണ്ടെത്താനായിട്ടില്ല. ക്ലാർക്സ് ഡ്രോപ്സ് ഗിയേഴ്സ് സൗത്ത് ആഫ്രിക്കയിൽ 2 മുതൽ 8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കപ്പെട്ടു എന്ന് കരുതുന്ന കല്ലുകളാണിവ. ഖനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളാണ് ഈ പാറയെ ആദ്യമായി കണ്ടെത്തിയത്. എന്നാൽ അവർ ഇത് ഒരു ലോക കഷ്ണമായിരിക്കാമെന്നാണ് വിചാരിച്ചത്. ഈ പാറയുടെ ഉത്ഭവത്തെക്കുറിച്ച് ഇന്നും ഗവേഷകർക്ക് ഉത്തരം നൽകാനായിട്ടില്ല. ഇത് മനുഷ്യനിർമ്മിതമാണോ അതോ തനിയെ ഉണ്ടായതാണോ എന്നുള്ള ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു. ആ പാറയുടെ നടുഭാഗത്തിന് ചുറ്റും ഒരേപോലുള്ള 3 വരികൾ ഉണ്ടായിരുന്നു. ഇത് കാണുവാൻ ഭൂമിയുടെ മധ്യരേഖ പോലെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഇവയ്ക്കൊക്കെ എന്താണ് അർത്ഥം? ഇവയൊക്കെ സ്വയം രൂപീകരിക്കപ്പെട്ടതാണോ? ഇതുവരെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കാതിരിക്കുക.